റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത ചരിത്ര വിശദീകരണത്തിനിടയിൽ ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും ശേഷം ഖൈബർ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരങ്ങളിൽ വിശദീകരിക്കപ്പെട്ടത്. തുടർന്നുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില വിഷയങ്ങൾ ഓരോ സന്ദർഭങ്ങൾ കിട്ടുമ്പോഴും സമൂഹത്തെ പഠിപ്പിക്കാറുണ്ട്. ജഅഫർ റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോൾ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിലെ സ്ത്രീകളൊക്കെ വാവിട്ട് നിലവിളിച്ചു, വല്ലാതെ കരഞ്ഞു, അട്ടഹസിച്ചുകൊണ്ട് നിലവിളിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ കടന്നു വരുന്നു. എന്നിട്ട് നബി തങ്ങളോട് ഈ വിഷയം പറയുന്നത് വാതിലിന്റെ വിടവിലൂടെ ഞാൻ നോക്കി കേൾക്കുന്നുണ്ടായിരുന്നു എന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വന്ന ആള് പറഞ്ഞത്, ജഅഫറിന്റെ കുടുംബം വല്ലാതെ അട്ടഹസിച്ച് കരയുന്നു നബിയെ, എന്ത് ചെയ്യണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പോകൂ, അവരോട് അടങ്ങാൻ പറയൂ, അവരോട് സഹിക്കാൻ പറയൂ. പോയി തിരിച്ചു വന്നു. പ്രവാചകരെ, അവരടങ്ങുന്നില്ല, കരച്ചിൽ തന്നെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, പോകൂ, അവരോട് ക്ഷമിക്കാനും സഹിക്കാനും പറയൂ, അതല്ലെങ്കിൽ മണ്ണ് വാരിയിടൂ അവരുടെ വായിൽ. തെറ്റാണ് അവർ ചെയ്യുന്നത്, സഹിക്കട്ടെ, ജഅഫറിന് കിട്ടിയത് വലിയ പ്രതിഫലമാണെന്ന് അവർ മനസ്സിലാക്കട്ടെ. എന്നതിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടവർക്ക് വേണ്ടി അട്ടഹസിച്ച് നിലവിളിച്ച് കരയുന്നതിന്റെ ഗൗരവം ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ വെച്ച് സഹാബത്ത് മുഴുവൻ കേൾക്കുന്ന നിലക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ മുഅ്തത്ത് യുദ്ധത്തിലെ മരണ വാർത്ത സഹാബത്തിനെ കേൾപ്പിക്കുമ്പോൾ നിങ്ങൾ കേട്ടില്ലേ, വഅൈനാഹു തദ്രിഫാൻ, അവിടുത്തെ ഇരു കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. അതും മാനുഷികമാണ്. മനുഷ്യന് അപകടങ്ങൾ സംഭവിക്കുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സ് വേദനിക്കും, അത് കണ്ണുനീരായി ഒഴുകും. അത് തെറ്റല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും പിടികൂടിയിട്ടുണ്ട്, അവിടുന്നും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അനാവശ്യമായത് പറയുകയും വിളിച്ചു കൂവുകയും അട്ടഹസിക്കുകയും മാറത്തടിക്കുകയും അതുപോലെ തന്നെ വസ്ത്രം കീറുകയും ഒക്കെ ചെയ്യുന്ന ജാഹിലിയ്യ നിയാഹത്ത് വളരെ ഗൗരവത്തോടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സന്ദർഭങ്ങളിലും സാന്ദർഭികോപദേശങ്ങളിലൂടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കാറുണ്ട്. അതിവിടെയും സംഭവിച്ചു. അതുപോലെ തന്നെ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ശേഷം അദ്ദേഹത്തിന്റെ നിരാലംബരായ കുട്ടികൾ, വിധവകൾ, ആ കുട്ടികളെയും അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ ഒരു മസ്അലയും സമൂഹത്തെ പഠിപ്പിച്ചു കൊടുത്തു. അതേ, മരണം നടന്ന വീട്ടിൽ അന്ന് ആ കുടുംബം വല്ലാത്ത ദുഃഖത്തിലായിരിക്കും, വല്ലാത്ത വിഷമത്തിലായിരിക്കും. അതേ, ജഅഫറിന്റെ കുടുംബം വല്ലാത്ത സങ്കടത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലുമാണ്. അവിടെയുള്ള കുഞ്ഞുങ്ങളും ഭാര്യയും ഒക്കെ പ്രയാസത്തിലാണ്. അതുകൊണ്ട് അയൽക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്നഉ ലിആലി ജഅഫർ തഅമാ, നിങ്ങൾ ജഅഫറിന്റെ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണേ. ഫഇന്നഹു അതാഹും, അവർക്ക് വന്നെത്തിയിരിക്കുന്നു. അവരെ ഭക്ഷണത്തിൽ നിന്നൊക്കെ ശുഗലാക്കുന്ന ആ ചിന്തയൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് പോക്കുന്ന നിലക്കുള്ള ആപത്തിലാണ് അവർ പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അതിലൂടെ അവർ മസ്അല ലോകത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മരണം നടന്ന വീട്ടിൽ അവിടെ സദ്യയുണ്ടാക്കി മറ്റുള്ളവർ വന്ന് ഭക്ഷണം കഴിച്ച് മരണച്ചോറ് തിന്ന് ഇറങ്ങിപ്പോകലല്ല ഇസ്ലാമിന്റെ സമ്പ്രദായം. ഞങ്ങളത് വെറുക്കപ്പെട്ട ജാഹിലിയ കാലഘട്ടത്തിലുള്ള അട്ടഹസിച്ച് നിലവിളിക്കുന്ന പാപത്തെ പോലെ ഒരു പാപമായിട്ടാണ് ഞങ്ങൾ അതിനെ കണ്ടിരുന്നത് എന്ന് സഹാബത്ത് പറയുന്നുണ്ട്. അപ്പൊ മരണവീട്ടിൽ മരണച്ചോറുണ്ടാക്കിയിട്ട് ആളുകളെല്ലാം പുറത്തുനിന്ന് വന്ന് മരണവീട്ടിൽ ഒരു സദ്യ ഉണ്ടാക്കി, അവിടെ ഒരു കല്യാണം നടക്കുന്നുവോ, ഒരു അടിയന്തരം ഒരു സദ്യ നടക്കുന്നുവോ എന്ന് അതിലൂടെ നടന്നു പോകുന്ന ഒരാൾക്ക് തോന്നിപ്പിക്കുമാർ ഭക്ഷണം വിളമ്പുന്നതിന്റെ ആരവങ്ങളും ധാരാളം വിഭവസമൃദ്ധമായ ഭക്ഷണം വിളമ്പി അതിങ്ങനെ കഴിക്കാൻ വന്ന ആളുകളെ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവർത്തനം സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുകയാണ്. മറിച്ച് അവിടുന്ന് ആ സ്ഥാനത്ത് എന്താ പഠിപ്പിച്ചത്? മരണ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കലല്ല, മറ്റുള്ളവർ കഴിക്കലല്ല. മറ്റുള്ളവർ എന്ത് ചെയ്യണം? മരണ വീട്ടിലേക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് സന്തപ്ത കുടുംബങ്ങളെ, പ്രയാസത്തിൽ അന്ന് കഴിയുന്ന കുടുംബങ്ങളെ തിന്നാൻ വേണ്ടി പ്രേരിപ്പിച്ച് അവർക്ക് ഭക്ഷണം അങ്ങോട്ടുണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ, ഈ സംഭവത്തിന്റെ സന്ദർഭത്തിൽ സഹാബത്തോട് പഠിപ്പിച്ചു കൊടുത്തു, ഇസ്നഉ ലിആലി ജഅഫർ തആമാ, നിങ്ങൾ ജഅഫറിന്റെ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അങ്ങനെ
ഈ രൂപത്തിൽ ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അങ്ങനെ നടന്ന പ്രവാചകൻ നേരിട്ട് പങ്കെടുത്തിട്ടില്ലാത്ത ഒരു യുദ്ധമായിരുന്നു മുഅ്തത്ത് യുദ്ധം. ഇനി സഹോദരന്മാരെ, നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു സംഭവമാണ് ഫത്ഹു മക്ക. ഫത്ഹു മക്ക ഹിജ്റ 8-ാമത്തെ വർഷത്തിൽ തന്നെ നടന്ന സംഭവമാണ് ഫത്ഹു മക്ക. ഫത്ഹു മക്ക എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാള വിവർത്തനം മക്ക വിജയം. മക്ക ജയിച്ചടക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും. എന്തേ അങ്ങനെ ഒരു മാർച്ച് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെടാൻ നിമിത്തമായത് എന്തേ? ഹുദൈബിയ കരാർ ഒപ്പിട്ട ഈ സന്ദർഭത്തിൽ ഒരു അക്രമമൊന്നും പാടില്ലല്ലോ, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ സൈന്യ സന്നാഹമൊന്നും പാടില്ലെന്ന് എഴുതി ഒപ്പിട്ടിട്ട് പിന്നെ എന്തേ ഇപ്പം അങ്ങനെ ഒരു യാത്ര മക്കയിലേക്ക് പോകാൻ? അതിന് കാരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും മുസ്ലിമീങ്ങളും കരാറ് പോലെ പാലിച്ചു. കരാറ് പോലെ പാലിച്ചു. എന്നാൽ ഹുദൈബിയ സന്ധിയിൽ ഒപ്പിട്ട് കൈമാറിയ സന്ധിയിൽ മുശ്രിക്കീങ്ങളും മുസ്ലിമീങ്ങളും തമ്മിൽ മാത്രമല്ല സന്ധിയുള്ളത്, ഓരോ വിഭാഗത്തിന്റെയും കീഴിൽ കുറെ സഖ്യകക്ഷികളുണ്ട്. മുസ്ലിം വിഭാഗത്തിലുള്ള സഖ്യകക്ഷികളുണ്ട്, മുശ്രിക്കുകളുടെ വിഭാഗത്തിലുള്ള സഖ്യകക്ഷികളുണ്ട്. ഈ അനാക്രമണ ഈ സന്ധി, ആക്രമിക്കരുത് എന്നുള്ള ഈ സന്ധി അത് എല്ലാവർക്കും ബാധകമാണ്, സഖ്യകക്ഷികൾക്കും ബാധകമാണ്. മെയിൻ കക്ഷികൾക്ക് മാത്രമല്ല, സഖ്യകക്ഷികളായി ഇരുപക്ഷത്തും ചേർന്നിട്ടുള്ളവരും പരസ്പരം എന്ത് ചെയ്യാൻ പാടില്ല? ആക്രമിക്കാനോ പോരാടാനോ ഒന്നും പാടില്ല. പക്ഷേ മുശ്രിക്കുകളുമായി സഖ്യത്തിലേർപ്പെട്ടിരുന്ന ബനൂ ബക്കർ ഗോത്രം മുസ്ലിമീങ്ങളുമായി സഖ്യത്തിലേർപ്പെട്ടിരുന്ന ഖുസാഅ ഗോത്രത്തെ അകാരണമായി ആക്രമിച്ചു. ബനൂ ബക്കർ ഗോത്രം ഖുസാഅ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഖ്യകക്ഷിയായിട്ടുള്ള ഗോത്രത്തെ ആക്രമിച്ചു. മുശ്രിക്കുകൾ അതായത് ഉന്നതന്മാരായ മുശ്രിക്കുകളും ഇതിൽ ഭാഗവാക്കായി. സഖ്യകക്ഷികൾ മാത്രമല്ല, മെയിൻ ആളുകളും അറേബ്യയിലെ മക്കയിലെ മുശ്രിക്കുകളും ഇതിൽ ഭാഗവാക്കായി. എങ്ങനെ? ആയുധങ്ങൾ ധാരാളം കൊടുത്തു സഹായിച്ചു. ബനൂ ബക്കർ ഗോത്രക്കാർക്ക് കൊടുത്തു സഹായിച്ചു. മാത്രല്ല, തരം കിട്ടുമ്പോഴൊക്കെ രാത്രി വളരെ രഹസ്യമായി അവരുടെ വലിയ നേതാക്കന്മാര് പോലും ബനൂ ബക്കറിന്റെ പട്ടാളത്തോടൊപ്പം ചേർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഖ്യകക്ഷികളിൽപ്പെട്ട ഖുസാഅ ഗോത്രത്തെ ആക്രമിക്കുന്നതിൽ പങ്കുചേരുക വരെ ചെയ്തു. അപ്പൊ കരാർ ശരിക്കും ആരുടെ ഭാഗത്ത് നിന്ന് ലംഘിച്ചിരിക്കുന്നു? മക്കയിലെ മുശ്രിക്കുകളുടെ ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് ലംഘിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള അക്രമം ഉണ്ടായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഖ്യകക്ഷിയാണല്ലോ ഖുസാഅത്ത്. ആ ഖുസാഅത്ത് ഗോത്രക്കാര് അംർ ഇബ്നു സാലിമിന്റെ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സഹായം നൽകണം എന്ന് പറഞ്ഞു. സഖ്യകക്ഷിയാണല്ലോ, ഞങ്ങളെ സഹായിക്കണം, ഞങ്ങൾക്ക് വേണ്ടുന്നത് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാരമില്ല, പൊയ്ക്കോളൂ, നിങ്ങൾ വിജയിക്കും, സമാധാനപ്പെടും, നമുക്ക് വഴിയുണ്ടാക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഹിജ്റ 8-ാമത്തെ വർഷം റമദാൻ 10-ന് വമ്പിച്ച ഒരു സൈന്യവുമായി മക്കയിലേക്ക് പുറപ്പെടുകയാണ്. പുറപ്പാടിന്റെ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികൾ അറിയാതെ സ്വകാര്യമാക്കി സൂക്ഷിച്ചു വെക്കുകയാണ്. അവിടെ വിവരം അറിയാതിരിക്കാൻ വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തു. എല്ലാവരോടും പറഞ്ഞു, ചാരന്മാരെയൊക്കെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ സംഘത്തോടൊപ്പം വഴിക്ക് വെച്ചൊക്കെ ആളുകൾ ഇങ്ങനെ ചേരാൻ തുടങ്ങി. അങ്ങനെ ചേർന്നുവെന്ന് മാത്രമല്ല, ധാരാളം ആളുകൾ സൈന്യത്തിൽ ചേർന്ന് മക്ക ഫതഹിന് വേണ്ടിയുള്ള പുറപ്പാടിൽ എണ്ണം 10,000. എവിടെ നമ്മൾ മനസ്സിലാക്കണം, ഹുദൈബിയ സന്ധിക്കും മക്കം ഫതഹിനും ഇടക്കുണ്ടായ ഇസ്ലാമിന്റെ വളർച്ച എത്ര ദ്രുതഗതിയിലായിരുന്നു എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. മക്കം ഫതഹിന്റെ നിമിത്തമായ വലിയ സേനയെ രൂപീകരിക്കാൻ, അത്രത്തോളം ഇസ്ലാമിന് എല്ലാ സ്ഥലങ്ങളിലും വളർച്ചയുണ്ടാക്കാൻ, സന്ധി കരാർ ഒപ്പിടുന്ന വേളയിൽ വളരെയേറെ മാനസികമായി വിഷമം സഹിച്ചവരാണ് സഹാബിമാർ. നമ്മൾ കുറഞ്ഞു കൊടുത്തോ, നമ്മൾ ശത്രുവിന്റെ മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങിയോ എന്നൊക്കെ തോന്നിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങളും പറയുമ്പോ മനോവേദനയോടെ അത് അംഗീകരിക്കാൻ മനമില്ലാ മനസ്സോടെയൊക്കെ ആയിരുന്നു സഹാബത്തൊപ്പം നടന്നിരുന്നത്. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞില്ലേ, ജയിക്കും, ഇത് വലിയ വിജയമായിരിക്കും, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന, വമ്പിച്ച വിജയം, വ്യക്തമായ വിജയം എന്നൊക്കെ പറഞ്ഞില്ലേ. അങ്ങനെയാണല്ലോ സഹാബത്ത് ആശ്വാസം കൊണ്ടത്. ആ ആശ്വാസത്തിന്റെ പുലർച്ചകളായിരുന്നു വരും വർഷങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. മക്കം ഫതഹിന് വേണ്ടി പുറപ്പെടുമ്പോ വഴിക്ക് വെച്ചൊക്കെ ആളുകൾ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. പല പ്രമുഖന്മാരും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. പല ഗോത്രങ്ങളും സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ മക്കയിലേക്ക് മാർച്ച് ചെയ്യാൻ വേണ്ടി അനുഗമിക്കുകയാണ്. അങ്ങനെ എണ്ണം 10,000-ഓളമായി.
ഇതിനിടയിൽ സ്വകാര്യമായി വെക്കണം, ആരോടും വിവരം പറയരുതെന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശം. ഇതിനിടയിൽ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു അബദ്ധം സംഭവിച്ചു. ആനവറുകൾ ചില്ലറക്കാരനല്ല, ഇസ്ലാമിന്റെ ശത്രുവല്ല. ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു തആല അൻഹു ബദരിയാണ്. എന്താ ബദരി എന്ന് പറഞ്ഞാൽ? ബദരീങ്ങളിൽപ്പെട്ട വ്യക്തിയാണ്, ബദർ യുദ്ധത്തിൽ പോരാടിയ വ്യക്തിയാണ് ഹാത്തിബ് റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകൾക്ക് ഒരു അബദ്ധം സംഭവിച്ചു. എന്താ അബദ്ധം സംഭവിച്ചത്? അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പുറപ്പാടിനെ സംബന്ധിച്ച് ഖുറൈശികൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു കത്ത് ഒരു സ്ത്രീയെ കൂലിക്കാരിയായി നിയമിച്ചു, ഒരു കിഴവിയെ പറഞ്ഞയച്ചു. ആൾവശാൻ കൊടുത്തയക്കാണ്. ദേ വരുന്നുണ്ട്, ഒരുങ്ങിയിരുന്നോളണം, സൂക്ഷിച്ചോളണം, വലിയൊരു സംഘം വരുന്നുണ്ട് എന്ന് ഹാത്തിബ് റളിയല്ലാഹു തആല അൻഹു സ്വകാര്യമായിട്ട് ഒരു സ്ത്രീയെ പറഞ്ഞയക്കുകയാണ്, കത്ത് കൊടുത്തയക്കുകയാണ്. ഈ വിവരം കണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വത്തിന്റെ അടുത്ത ഉദാഹരണം. അല്ലാഹു തആല വഹയിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിവരം കൊടുക്കുന്നു. നബിയെ, പ്രശ്നമുണ്ട്, കത്തുമായിട്ട് ആള് പുറപ്പെട്ടിട്ടുണ്ട്, ഏത് സ്ഥലത്ത് ഇപ്പോൾ ആ ദൂത എത്തിയിട്ടുണ്ട് എന്ന വിവരം വരെ വഹയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തു. അങ്ങനെ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അതെ, فأرسل النبي صلى الله عليه وسلم عليا والزبير والمقداد رضي الله عنهم. അലി റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചു, സുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചു, മിഖ്ദാദ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇൻതലിഖൂ, ഉടനെ പുറപ്പെടണം, ഹത്താ തഅതു റൗളത ഖാഖ് എന്ന പേരുള്ള ഒരു തോട്ടത്തിൽ എത്തുവോളം വിശ്രമിക്കരുത്. ഖാഖ് എന്ന തോട്ടത്തിൽ എത്തുമ്പോ ഫഇന്ന ബിഹാ ലഈനതൻ, കണ്ടോ, അല്ലാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഫഇന്ന ബിഹാ ലഈനതൻ മഅഹാ കിതാബുൻ ഫഖുദൂഹു മിൻഹാ, ഒരു പെണ്ണുണ്ടാകും ആ തോട്ടത്തിൽ ഒരു യാത്രക്കാരിയായ വേഷത്തിൽ ഒരു പെണ്ണ് പോകുന്നുണ്ടാകും. അവരുടെ കയ്യിൽ ഒരു ലെറ്റർ ഉണ്ട്, ഒരു കത്തുണ്ട്, അത് പിടിച്ചു വാങ്ങണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കണം. അങ്ങനെ സഹാബത്ത് പറയണ, ഈ മൂന്നാളും പറയണ, ഫദഹബനാ തആദാ ബിനാ ഖൈറുനാ, ഞങ്ങളുടെ കുതിരയെ ഞങ്ങൾ അതിശീഘ്രം ഓടിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ ഹത്താ തയ്യന റൗദത, ബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖാഖ് തോട്ടത്തിൽ ഞങ്ങൾ എത്തിയപ്പോൾ ഫഇദാ നഹ്നു ബിൽ ലഈന, അവിടെ യാത്രക്കാരിയെ ഞങ്ങൾ കാണുന്നു. പറഞ്ഞ സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുന്നു. ഞങ്ങളെ പെണ്ണിനോട് പറഞ്ഞു, അഖ്രിജി അൽ കിതാബ്, എഴുത്ത് പുറത്തെടുക്കൂ, എഴുത്ത് പുറത്തേക്ക് എടുക്കൂ എന്ന് പറഞ്ഞു. ഫഖാലത്ത്, അവള് പറഞ്ഞു, മാ മഈ മിൻ കിതാബ്, എന്റെ കയ്യിൽ എന്ത് എഴുത്ത്, എവിടെ എഴുത്ത്, എന്റെ കയ്യിൽ എഴുത്തൊന്നുമില്ല എന്ന് നിഷേധിച്ചപ്പോൾ ഫഖുൽനാ, ഞങ്ങൾ ഭീഷണി സ്വരത്തിൽ പറഞ്ഞു, മര്യാദക്ക് എഴുത്തു തന്നോളണം, ലതുഖ്രിജിന്നൽ കിതാബ, എഴുത്ത് പുറത്തേക്ക് എടുത്തോളണം, ഔലനുൽഖിയന്ന സിയാബ്, അല്ലെങ്കിൽ വസ്ത്രം മുഴുവൻ ഉരിഞ്ഞു ഞങ്ങൾക്ക് പരിശോധിക്കേണ്ടി വരും, ഞങ്ങളെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത്, അതുകൊണ്ട് വേഗം ലെറ്റർ തന്നോളണം, കത്ത് തന്നോളണം. വരണ്ടു ഫാഖറജതുഹു മിൻ നിഖാസിഹാ, അവളുടെ മുടി മെടഞ്ഞു വെച്ച മുടിക്കെട്ടിന്റെ അകത്ത് നിന്ന് അതിൽ വളരെ ഭദ്രമായി ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ കത്തെടുത്തുകൊണ്ട് അവൾ ഇങ്ങോട്ട് തിരിച്ചു തന്നു. പുറത്തെടുത്തു. ഞങ്ങൾ അതും കൊണ്ട് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ചു. കത്ത് ഞങ്ങൾ കൈമാറി. ആ നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, യാ ഹാത്തിബ് മാ ഹദാ, അല്ലയോ ഹാത്തിബേ, എന്തായി കാണിച്ചത്, എന്തേ ഉണ്ടായി, എന്തിനാ അങ്ങനെ ചെയ്തത്, അരുതാത്തതല്ലേ ചെയ്തത്, എന്തേ ഇങ്ങനെ ചെയ്യാൻ? ഹാത്തിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലാ തഅജൽ അലയ്യ, എന്റെ മേൽ ധൃതിപ്പെട്ട് തീരുമാനമെടുക്കല്ല, എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം, എന്റെ മേൽ ധൃതിപ്പെട്ട് തീരുമാനമെടുക്കരുത്. ഇന്നി കുൻതു റഅൻ മുൽസിഖൻ ഫീ ഖുറൈശ്, ഞാൻ ഖുറൈശികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതേ അവിടെ കഴിഞ്ഞിരുന്ന മക്കയിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഒരാളാണല്ലോ. ഞാനിവിടെ പരിശോധിച്ചു നോക്കുമ്പോൾ നമ്മുടെ സംഘം അവിടെ എത്തിയിട്ട് മക്കയിൽ പോയിട്ട് അറ്റാക്ക് ചെയ്താൽ ഈ സംഘത്തിലുള്ള ഓരോ ആളുകളുടെയും കുടുംബക്കാരെയും അവരുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ സംരക്ഷിക്കാനും നോക്കാനുമൊക്കെ ഇവർക്കൊക്കെ അവിടെ കുടുംബക്കാരുണ്ട്.
ഇവർക്കൊക്കെ അവിടെ സഹായികളുണ്ട്. അതേ അവസരത്തിൽ എന്റെ കാര്യം അവിടുന്ന് മനസ്സിലാക്കണം. അതേ, എനിക്കവിടെ ആരുമില്ല, എനിക്കവിടെ സംരക്ഷണം നൽകാനും കുടുംബക്കാരെ സംരക്ഷിക്കാനും മറ്റു കാര്യങ്ങൾക്കുമൊന്നും കാവലിനായിട്ട് ഒരാൾ പോലും അവിടെ കുടുംബം എന്ന് പറയാൻ എനിക്കില്ല. അതുകൊണ്ട് ഫഅഹ്ബബ്തു ഇദ് ഫഅതനി മിനൻ നസബി ഫീഹിം അൻ നസ്തനിയ ഇലൈഹിം യദൻ യഹ്മൂന ഖറാബതി വമാ ഫഅൽതു ദാലിക കുഫ്റൻ വലർതിദാദൻ അൻ ദീനി. അതുകൊണ്ട് നബിയേ, ഞാനൊരു കാര്യം വല്ലാതെ അങ്ങയോട് താണുകേണ് കൊണ്ട് പറയട്ടെ, എനിക്കവിടെ എന്തെങ്കിലും ഒരു ഗ്രിപ്പ് കിട്ടണം, ഒരു കയ്യവിടെ ഉണ്ടാകണം. അവർക്ക് എന്നോടൊരു സിമ്പതി തോന്നിയിട്ട് ഈ വിവരം ഒന്ന് പറഞ്ഞുകൊടുത്ത വകയിൽ അവരെന്റെ കുടുംബത്തെ അവര് സംരക്ഷിക്കണം. അത്രേ നാം വിചാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് വലിയൊരാപത്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതാണ് നബിയെ എന്റെ അടുക്ക് സംഭവിച്ചത്. എന്നിട്ട് ചേർത്തു പറഞ്ഞു, വമാ ഫഅൽതു ദാലിക കുഫ്റൻ. അതേ, സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, മഹാനവറുകൾ പറയുന്നു, വമാ ഫഅൽതു ദാലിക കുഫ്റൻ. നബിയെ, ഞാൻ ഒരിക്കലും അവിശ്വാസിയായിട്ടില്ല. എന്റെ ഈമാൻ ഇന്നൊരു തകരാറുമില്ല. ഞാൻ കുഫ്ർ ചെയ്ത ആളല്ല. വലർത്തിദാദൻ അൻ ദീനി. ഞാൻ ഉൾക്കൊള്ളുന്ന ദീനിൽ നിന്ന് ഒരൽപ്പം പോലും ഞാൻ മുർത്തദ്ദായിട്ടില്ല, ഞാൻ പിൻവാങ്ങിയിട്ടില്ല. എന്നെ വിശ്വസിക്കണം, ഞാൻ പറയുന്നത് അവിടുന്ന് കേൾക്കണം, വിശ്വസിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ഖദ് സദഖക്കും. അല്ലാഹുവിന്റെ റസൂൽ സഹാബിമാരോടൊക്കെ പറഞ്ഞു, അദ്ദേഹം സത്യങ്ങളോട് പറഞ്ഞു. അദ്ദേഹം ഉള്ള സത്യം പറഞ്ഞിട്ടില്ല. അതിനെ ശരി, അദ്ദേഹത്തിന് വേറൊന്നും കളവൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഉള്ള സത്യമാണ് ആ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് എല്ലാവരും ഒരേ തരക്കാരാവൂലല്ലോ. അപ്പോഴേക്കും ഉമർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചാടി വീണുകൊണ്ട് പറയുന്നു, ദഅനി യാ റസൂലല്ലാഹ് ഫഅദ്രിബ ഉനഖഹു. നബിയെ, ഇങ്ങോട്ട് വിട്ടുതരൂ അവനെ, അവന്റെ കഴുത്ത് പെരടി ഞാൻ വെട്ടട്ടെ, ആ കഴുത്ത് ഞാൻ മുറിച്ചു കളയുമെന്ന് പറയുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു, ഉമറേ, അരുത്, ഇന്നഹു ശഹീദ ബദ്റാ. അദ്ദേഹം ബദറിൽ പങ്കെടുത്ത ബദരിയായ സ്വഹാബിയാണ്. ബദറിൽ പങ്കെടുത്തവരെ പവറാ പറയുന്നത്, ബദരീങ്ങളുടെ പവറാ പറയുന്നത്, അള്ളാഹുവിന്റെ അടുക്കൽ അവരുടെ സ്ഥാനമാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു, ഇന്നഹു ശഹീദ ബദറൻ. അദ്ദേഹം ബദറിൽ പങ്കെടുത്ത വ്യക്തിയാണ്. വമാ ഇദ്രീക, നിനക്കറിയാമോ? നിനക്കറിയില്ലായിരിക്കാം. അല്ലാഹു അസ്സ വജല്ല ഇത്തല അലാ അഹ്ലി ബദരിൻ. ബദറിൽ പങ്കെടുത്തവരെ നോക്കിയിട്ട് റബ്ബ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇഅ്മലൂ മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെയ്തോളൂ, നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു എന്ന് അള്ളാഹു പ്രത്യേകമായ ഒരു രൂപത്തിലുള്ള ഒരു ഇളവ് നൽകിയ ഈ ഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ബദറിന്റെ ആളുകൾ. അവരുടെ കാര്യത്തിൽ ഒന്നും തീരുമാനമൊന്നും എടുക്കണ്ട. പക്ഷേ ഇതിനി അങ്ങനെ സംഭവിച്ചില്ലേ? ഇങ്ങനത്തെ ന്യായമുള്ളവർക്കൊക്കെ ഇങ്ങനെയും ഇനിയും ചെയ്യാമോ? പിൽക്കാലത്ത് അങ്ങനെ ഒരു നിയമന്മാരെങ്കിലും ഉപയോഗപ്പെടുത്താമോ? അങ്ങനെ ആർക്കെങ്കിലും മനസ്സിലൊരു തീരുമാനം വരാമോ? പാടില്ല. ഉടനെ ആയത്തിറങ്ങുകയാണ്. സൂറത്തുൽ മുംതഹിനയുടെ 1-ാമത്തെ ആയത്തിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ അദുവീ വഅദുവക്കും ഔലിയാഅ തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദതി വഖദ് കഫറൂ ബിമാ ജാഅകും മിനൽ ഹഖ്. വിശ്വാസികളെ, എന്റെയും നിങ്ങളുടെയും ശത്രുവിനെ നിങ്ങൾ മിത്രങ്ങളായി സ്വീകരിക്കരുത്. എന്റെ ശത്രുവിനെ, നിങ്ങളെ ശത്രുവിനെ നിങ്ങൾ മിത്രങ്ങളായി കാണരുത്. നിങ്ങൾ അവരിലേക്ക് സ്നേഹം വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. നിങ്ങളിലേക്ക് വന്നു കിട്ടിയിട്ടുള്ള സത്യത്തെ നിഷേധിച്ചവരാണവർ. മാത്രമല്ല, യുഖ്രിജൂന റസൂല വഇയ്യാകും, റസൂലുള്ളാഹിനെയും നിങ്ങളെ തന്നെയും അവര് പുറത്താക്കിയവരാണ്. എന്താ നിങ്ങൾ ചെയ്തത് അവരോട്? ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. അൻ തുഅ്മിനൂ ബില്ലാഹി റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചു എന്ന കാരണത്താലല്ലേ അവർ നിങ്ങളെ പുറത്താക്കിയത്. ഇൻ കുൻതും ഖറജ്തും ജിഹാദൻ ഫീ സബീലി വബ്തിഗാഅ മർദാതി, എന്റെ മാർഗത്തിലുള്ള ജിഹാദിനും എന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടുമാണ് നിങ്ങൾ പുറപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഇനി ഇത് ആവർത്തിക്കരുത്, ഒരാളും ഇങ്ങനെ ചെയ്യരുത്. തുസിറൂന ഇലൈഹിം ബിൽ മവദ്ദതി, നിങ്ങൾ അവരിലേക്ക് സ്നേഹം ഇങ്ങനെ സ്വകാര്യങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ട് കൈമാറരുത്. വഅന അഅലമു ബിമാ അഖ്ഫൈതും വമാ അഅലൻതും, നിങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നതും നിങ്ങൾ പരസ്യമാക്കുന്നതുമൊക്കെ നാം അറിയുന്നുണ്ട്. വമൻ യഫ്അൽഹു മിൻകും ഫഖദ് ളല്ല സവാഅ സബീൽ, ഇനി ആരെങ്കിലും ഇപ്രകാരം നിങ്ങളിൽ നിന്ന് ചെയ്തുവെങ്കിൽ അവൻ വ്യക്തമായ വഴിപിഴച്ചിരിക്കുന്നു. ആയത്തിറങ്ങുകയാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ സല്ലല്ലാഹു അലൈഹി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നാണ് ഞാൻ പറയുന്നത്.
ആ രൂപത്തിൽ അതങ്ങനെ അവിടെ അവസാനിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരൊക്കെ മക്കയിലേക്ക് അവരുടെ യാത്ര തുടർന്നു. എല്ലാവരും നോമ്പുകാരാണ്. റമദാൻ 10 പുറപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞു. നോമ്പുകാരായിക്കൊണ്ടാണ് അവരുടെ യാത്ര. നോമ്പ് സേനാംഗങ്ങളെ, ആളുകളെയൊക്കെ വല്ലാതെ ക്ഷീണിപ്പിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മനസ്സിലായി. അവിടുന്ന് ഒട്ടകപ്പുറത്ത് കയറിയിരുന്ന് ജനങ്ങളൊക്കെ കാണുകയെ പരസ്യമായി അങ്ങ് നോമ്പ് മുറിച്ചു. അപ്പൊ എല്ലാവരും നോമ്പ് മുറിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാത്രയാണ്, പ്രയാസപ്പെടണ്ട, നമ്മൾ ആരും ബുദ്ധിമുട്ടരുത്, എല്ലാവരും ക്ഷീണിതരാണ്, നോമ്പെടുക്കണം എന്നില്ല, നോമ്പ് വേണ്ട എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിലുള്ള ഒരു നിയമം അതിലൂടെ പഠിപ്പിക്കുകയാണ്. അതാണല്ലോ ഇസ്ലാം പറഞ്ഞത്, നിങ്ങൾ യാത്രയിലോ രോഗിയോ ആണെങ്കിൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റു ദിവസങ്ങളിൽ നിങ്ങൾ എണ്ണം പൂർത്തിയാക്കുക എന്ന് പറഞ്ഞല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ആ യാത്രയിൽ ഈ കാര്യം പ്രയോഗവൽക്കരിച്ചുകൊണ്ട് സ്വഹാബത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയാണ്. അങ്ങനെ വഴിക്ക് വെച്ച് ഇസ്ലാം സ്വീകരിച്ച ആളുകളുടെ കൂട്ടത്തിൽ പ്രമുഖന്മാർ പലരുണ്ട്. ആ കൂട്ടത്തിൽ മക്കയോട് അടുത്തെത്താറായപ്പോൾ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഇങ്ങോട്ട് കടന്നു വന്നയാളാണ് മക്കയിൽ നിന്ന് അബൂ സുഫിയാൻ. അദ്ദേഹം വന്നു. അദ്ദേഹത്തെ സഹാബിമാർ കണ്ടുമുട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അത്തശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് മാത്രമാണ് ആരാധ്യം എന്നുള്ളത് മനസ്സിലായോ? അത് അംഗീകരിക്കുന്നുണ്ടോ? അത് മനസ്സിലായി എന്ന് മാത്രമല്ല, ഞാൻ അംഗീകരിച്ചിരുന്ന ദൈവങ്ങൾക്കൊന്നും ഒന്നിനും കഴിയില്ലാന്നും എനിക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു. ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ? അതെ. അദ്ദേഹം അവിടെ വെച്ച് മുസ്ലിം ആവുകയാണ്. അബൂ സുഫിയാൻ മക്ക ജയിച്ചടക്കുന്നതിന്റെ മുന്നോടിയായി ഏതാനും സമയങ്ങൾക്ക് മുമ്പാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അങ്ങനെ ഇതിനിടെ സൈനിക പ്രകടനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സൈന്യത്തിന്റെ സംഘബലമൊക്കെ അവിടുന്ന് മക്കയിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, ചാരന്മാരാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കാണട്ടെ എന്ന നിലക്ക് സൈന്യത്തിന്റെ സംഘബലമൊക്കെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്ത് ഇങ്ങനെ അവരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെ കാണിക്കാണി. അപ്പൊ അതിനിടയ്ക്ക് അബൂ സുഫിയാന്റെ അടുത്തുകൂടെ ഈ അൻസാരികളുടെ പതാക ഏന്തിയിരുന്ന സഅദ് റളിയല്ലാഹു തആല അൻഹു നടന്നു നീങ്ങിയപ്പോ അബൂ സുഫിയാനെ കണ്ടപ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അൽ യൗമ യൗമുൽ മൽഹമ, ഇന്നത്തെ ദിവസം ചോരച്ചാൽ ഒഴുകുന്ന ദിവസമാണ്, ഇന്ന് ഇറച്ചി വേദനയാകുന്ന ദിവസമാണ്. അൽ യൗമ യൗമുൽ മൽഹമ, ഇന്ന് സംഘട്ടനത്തിന്റെ ദിവസമാണ്. അൽ യൗമ തുസ്തഹല്ലുൽ കഅബ, ഇന്ന് കഅബയുടെ പവിത്രതയൊക്കെ അനുവദിക്കപ്പെട്ടിട്ടുള്ള ദിവസമാണ്. അവിടെ വെച്ച് പോരാട്ടം പാടില്ലല്ലോ, ഞങ്ങൾ പോരാടും, അവിടെ രക്തച്ചൊരിച്ചിലൊക്കെ ഉണ്ടാവും. അബൂ സുഫിയാൻ കേൾക്കാൻ വേണ്ടി ഒരു ഭീഷണി സ്വരത്തിൽ തന്നെ പറഞ്ഞു. അപ്പൊ അബൂ സുഫിയാൻ വല്ലാത്ത വിഷമം. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ സഅദ് പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ബുഖാരിയിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് സഅദിന് അബദ്ധം സംഭവിച്ചതാണ്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, മക്കയിൽ അങ്ങനൊന്നും നടക്കൂല. വലാകിൻ ഹാദാ യൗമുൻ യുഅല്ലിമുല്ലാഹു ഫീഹിൽ കഅബ വയൗമുൻ തുക്സാ ഫീഹിൽ കഅബ, ഇന്നത്തെ ദിവസം സംഘട്ടനം ഉണ്ടാവില്ല, കഅബ പ്രത്യേകമായി ആദരിക്കപ്പെടും, കഅബ ബഹുമാനിക്കപ്പെടും, കഅബയുടെ സവിയുടെ പവിത്രതകളും പാലിക്കപ്പെടും. അതേ കഅബക്ക് പുതിയ പുടവ അണിയിക്കപ്പെടും. അവിടെ രക്തച്ചൊരിച്ചിലുകളില്ലാതെ നോക്കും, ഞങ്ങൾ അതിന് വന്നവരല്ല. ആ രൂപത്തിൽ കഅബയുടെയും അറബിന്റെയും പവിത്രത പാലിക്കും എന്ന് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നുകൊണ്ട് പറയുകയാണ്. തുടർന്ന് മക്കയിൽ പ്രവേശിക്കുകയും അതിന്റെ ശേഷമുണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് വരുന്ന അവസരത്തിൽ നമുക്ക് വിശദീകരിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ ചരിത്രങ്ങളെ കൃത്യമായി ഗ്രഹിക്കുകയും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വത്തെ അറിഞ്ഞ് അത് പ്രചരിപ്പിച്ച് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത് ജീവിതത്തിന്റെ പ്രയോഗരംഗത്ത് കാണിച്ചുകൊണ്ട് അവിടുത്തോടുള്ള മഹബ്ബത്ത് നിലനിർത്തുന്ന, അതിലൂടെ അള്ളാഹുവിന്റെ സ്നേഹത്തിന് പാത്രീഭൂതരായി തീരുന്ന നല്ലവരിൽ ഉൾപ്പെടാൻ ശ്രാന്ത പരിശ്രമം നടത്തുക. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്കെല്ലാം അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിലും റബ്ബിന്റെ കാവലുണ്ടാകുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഇജ്അൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നാ വസായിറ ബിലാദിൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് وعلى آل محمد والسلام عليكم ورحمة الله وبركاته.